ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവരാത്രി കാണാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കൽ പരിപാടിയിൽ നിന്ന് തുടങ്ങി. പക്ഷേ എന്തുണ്ടാക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അവർ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കേട്ടോ, ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു 1.5 മണിക്കൂർ ഇരിക്കുക ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും ഞാൻ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രി ആയതുകൊണ്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണമല്ലോ. പിന്നെ അവർ വരുന്നതുകൊണ്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഞാൻ റോസ്റ്റായിട്ട് വെച്ചു, കറിയായിട്ട് വെച്ചില്ല. ചിക്കൻ എന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ചിക്കൻ ഓർഡർ ചെയ്തു. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മസാല റെഡിയാക്കി വെച്ചു. അന്നേരം വന്നപ്പം ആ സമയത്ത് ചിക്കൻ എടുത്തങ്ങ് ഇട്ട് പിന്നെ ബാക്കി ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. കാരണം ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഈ വയ്യാഴിക ഭയങ്കരമായിട്ട് എന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല. നേരെ എനിക്കാരെങ്കിലും വരുന്നു അവർക്ക് വേണ്ടി കുക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പം പിന്നെ ഞാൻ നേരെ ഇതെല്ലാം ഉണ്ടാക്കി. വലിയ കറികളൊന്നുമില്ല. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെറുപയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വിജിത്തിന് ചെറുപയർ തോരൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബാക്കി കുറച്ച് ചെറുപയറും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് തോരൻ വെച്ചു. അതിനുശേഷം നേരെ കുറച്ച് നെത്തോലി ഉണ്ട്, ഞങ്ങളുടെ അവിടെയൊക്കെ നെത്തോലി എന്നാണ് പറയലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ എടുത്ത് വറുത്താൽ മാത്രം മതിയായിരുന്നു. അതിനുശേഷം പാത്രം എല്ലാം കഴുകി വെച്ചു. അപ്പോഴത്തേക്കിൻ്റെ ഫിഷ് എല്ലാം റെഡിയായി, കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ അവരെത്തി. കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് അവസാനം ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തിട്ട് പോയി ഫോൺ എടുത്തുകൊണ്ടൊന്ന് വീഡിയോ എടുത്തേട്ടോ. സത്യം പറഞ്ഞാൽ അവരൊക്കെ എത്തിയപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ വൈബായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ലേറ്റായിട്ടാണ് പോയത്. 9:30 മുമ്പ് തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ഉത്സവത്തിന് പോയി ചെല്ലുന്ന വഴിക്ക് തന്നെ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ടും പുറത്താണ് പാർക്കിംഗ് വെച്ച്. അവിടുന്ന് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ആൾ കുറവാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങി 150 രൂപയുള്ളൂ. പക്ഷേ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് പിന്നെയും ഞാൻ ഈ പൊട്ടിയ ചെരുപ്പ് തന്നെ ഇട്ടത്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഞാൻ ഈ പുതിയ ചെരുപ്പ് ഇട്ടുള്ളൂ. കാലിന് സെറ്റ് ആവാത്തതുകൊണ്ട് പിന്നെയും പൊട്ടിയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് പോയി. കയറി ചെന്ന് നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ട് ഫുള്ള് കാണുമ്പോഴത്തേക്കിന് ഫുള്ള് ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ ഇതേപോലെ ക്രൗഡായിരുന്നു. അപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ വിചാരിച്ചു കയറണോ പോകണോ. കാരണം ഒന്നാമത് എനിക്ക് സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി പോകണോ വേണ്ടോ എന്നുള്ള ഇതായി. പിന്നെ ശ്രീ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, രണ്ടും കൽപ്പിച്ച് പോകാം. 2 മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഈ കാണുന്ന എല്ലാം അവിടെ ബലിയിടാൻ വേണ്ടിയിട്ട് വന്നവരാട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആലുവ അതിനനുസരിച്ച് സജ്ജീകരിച്ച് ഭയങ്കര വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ബലിയിടേണ്ട കൗണ്ടറുകൾ 116 കൗണ്ടർ കണ്ട് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം രാത്രിയിലും ബലിതർപ്പണം നടക്കുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും മിസ്സ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നൊരു ഉത്സവം കേട്ടോ. കാരണം ആലുവ മണപ്പുറത്തുള്ള ഈ ശിവരാത്രി വൈബ് കാരണം ഭയങ്കര വലിയ ഉത്സവമാണ്. ഒരു ഓൾമോസ്റ്റ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നിൽക്കുന്നതാണ്. കോമ്പൗണ്ട് നിറച്ച് ആ ഉത്സവത്തിൻ്റെ വൈബാണ് ഉള്ളത്. ഒരുപാട് കടകളും ഒരുപാട് കഴിക്കാനുള്ള ഐറ്റംസും പിന്നെ കുട്ടികൾക്ക് കാണാനുള്ള സാധനങ്ങളും ഒരുപാട് മേളകളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ശ്രീ പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. ഞാൻ പിന്നെ ഷുഗർ ആയതുകൊണ്ട് അധികം അത് കഴിക്കാൻ നിന്നിട്ടില്ല. കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെള്ളം കുടിക്കേണ്ട വരും കൂടുതൽ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ സാധനമില്ലേ, ഇത് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ കഴിക്കാത്തൊരു സാധനം, എനിക്ക് ഇഷ്ടമില്ല, എന്താണെന്നറിയില്ല. അതിനുശേഷം നമ്മുടെ ഈ ഭരണികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. പലയിടത്തായിട്ട് പല ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കപ്പലണ്ടിയുടെ മണം അടിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ്. കാലൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ വൈബ് എൻജോയ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൗഡ് ഒരുപാട് ഉണ്ടായതുകൊണ്ടും ഈ ഒരു വേനൽക്കാലം ഒരു ടൈം ആയതുകൊണ്ടും മഴയൊന്നും പെയ്യാത്തതുകൊണ്ടും നല്ല പൊടി ഉണ്ടായിരുന്നു.
പിന്നെ ഇഷ്ടംപോലെ ചെടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെടികൾ വന്നിട്ടുണ്ട്, ഭയങ്കര കളർഫുള്ളായിട്ട്. പക്ഷേ ഞങ്ങൾ 2 വീലറിലാണ് പോയത്. അപ്പം ഇതെല്ലാം വാങ്ങി കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും മുതിർന്നില്ല. നമ്മൾ വളരെ ലിമിറ്റഡായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, കഴിക്കാനും പിന്നെ ചെറിയ സാധനങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, കാരണം കൊണ്ടുവരാനുള്ള പാടുകൊണ്ട്. അപ്പം കാറ് വേണ്ടവർക്ക് കുറച്ച് കാറ് കളക്ഷൻ ഉണ്ട്, ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ 100 രൂപയുടെ ടീഷർട്ട്സ് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ട്, അതായത് കാഷ്വൽ യൂസിന്. പിന്നെ രാജസ്ഥാനി അല്ലേ, ആ ചെപ്പൽസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, കാരണം ഞാനത് ഇടലില്ല. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് നമ്മുടെ ഈ കൊച്ചിയിൽ വരുന്ന എല്ലാ മേളയ്ക്കും വരുന്ന അച്ചാറുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. ഇതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവരുടെ സ്പൈസിയും അവരുടെ എണ്ണയും ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി, ഇത് കറങ്ങാൻ വേണ്ടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ കറങ്ങി തുടങ്ങി നല്ലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ടും, കുട്ടികൾക്കല്ല വലിയവർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, കാരണം വേറൊന്നുമല്ല, എനിക്ക് കയറി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇതെല്ലാം വിടാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കുട്ടികളെ കാണിക്കാൻ കൊള്ളാവുന്നതാണ് ഈ അക്വേറിയത്തിൻ്റെയൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. ഇത് മിക്കയിടത്തും ഇപ്പോൾ വരലുണ്ട്, അത് നൈസാണ് കയറി കാണാൻ. ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം കാണാൻ നിന്നില്ല. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ആകാശത്ത് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ, അതുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ആലുവയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ. ഉത്സവത്തിന് ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് വരുന്നത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ബജ്ജിയില്ലേ, അത് ഞാൻ ടേസ്റ്റ് കൊണ്ട്, ഞാൻ ജങ്ക് ഫുഡ് അധികം കഴിക്കലില്ല, വളരെ ലിമിറ്റഡായിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് പോർഷനൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് ഫുള്ള് ഞാൻ വൊമിറ്റ് ചെയ്ത് പോയിട്ടോ. ഇതൊക്കെ കേട്ടോ ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 3 കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കത്തിക്കുന്ന കുറച്ച് മറ്റേ കുന്തിരിക്കാൻ കത്തിക്കുന്ന സാധനം വാങ്ങി. പിന്നെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്